എൻ്റെ അറിവിൽ ഒരു നഴ്സുമാരും ആരോടും പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല നിങ്ങൾ എന്നെ മാലാഖ എന്ന് വിളിക്കണം. എന്താ പറയുക, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും സ്വന്തം ശരീരത്തോട് ചെയ്യുന്നൊരു ദ്രോഹമുണ്ട് നഴ്സുമാർ ചെയ്യുന്നൊരു ദ്രോഹം. അതായത് അവർക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അവർ ബാക്കി എല്ലാവരെയും നോക്കാൻ ഓടി നടന്നിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാണ്ട് അവർ സ്വയം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നമ്പർ 1 ആണെന്ന് പറയുന്നത്? സ്വന്തം ശരീരവും സ്വന്തം മനസ്സും സ്വന്തം ജീവിതവും ഇല്ലാണ്ടാക്കിയിട്ട് പണിയെടുക്കുന്ന നഴ്സുമാരെ കാണാതെ പോകുമ്പോൾ എവിടെയാണ് ആരോഗ്യ കേരളം നമ്പർ 1 ആകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഉപ്പിന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര രൂപ കൂടി, അരിക്ക് എത്ര രൂപ കൂടി, കറണ്ടിൻ്റെ ബില്ല് എത്ര രൂപ കൂടി. ഇതൊക്കെ സ്വർണ്ണവിലയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം സ്വർണ്ണമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു ഇച്ചിരി ചോറുണ്ടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് കഴിക്കണമെങ്കിൽ, കറിയോ ആഡംബര ജീവിതം ഒന്നും വേണ്ട, ഇത്രയും സാധനങ്ങളൊന്ന് ഇച്ചിരി ചോറും വെളിച്ചെണ്ണയും ഉപ്പും മാത്രം വേണമെങ്കിൽ അതിന് എത്ര രൂപ വേണം ഒരു മാസം? നഴ്സിംഗ് പഠിക്കാൻ പോകുന്നതെല്ലാം ഒരുവിധം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ലക്ഷങ്ങളൊന്നും ഒരിക്കലും ഒന്നിച്ചെടുക്കാനുണ്ടാവത്തില്ല. അപ്പോൾ സാധാരണക്കാർക്ക് എന്നും ആശ്രയം എന്ന് പറയുന്നത് ലോണുകൾ തന്നെയാണ്, എഡ്യൂക്കേഷൻ ലോൺ തന്നെയാണ്. അപ്പോൾ ആ ലോൺ എടുത്ത് പഠിച്ചിട്ട് അത് തിരിച്ചടയ്ക്കാൻ പോലുമുള്ള അവസ്ഥയില്ലാതെ നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ, എല്ലുമുറിയെ പണിയെടുക്കുമ്പോൾ നമുക്ക് നമ്മളോട് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ മാലാഖയുടെ വീട്ടിലും അടുപ്പ് എരിയണം, മാലാഖയ്ക്കും വയറ് വിശക്കും, മാലാഖയ്ക്കും വീടിന് വാടക കൊടുക്കണം, മാലാഖയ്ക്കും കടയിൽ പറ്റ് തീർക്കണം, അല്ലെങ്കിൽ മാലാഖയ്ക്കും ഉടുതുണി വേണം. ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഞാൻ ഈ സോക്കോൾഡ് മാലാഖയാണ്, മാലാഖയ്ക്ക് ഇവിടുന്ന് ഫ്രീ അല്ലേ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരത്തില്ല. നമ്മൾ കാശ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു സാധനം കിട്ടത്തുള്ളൂ.